ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ ജി എസ് ടിയിൽ പാർട്ട്ണർഷിപ്പ് ഫെയിമിൻ്റെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പുതിയതായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫെയിമിൻ്റെ പേരിൽ നമ്മൾ ജി എസ് ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ജി എസ് ടി നമ്പറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ വന്ന ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഒരു പാർട്ട്ണർഷിപ്പിൽ പ്രഥമമായിട്ട് വേണ്ടത് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നിന്നും ഒരാൾ ആ ബിസിനസ് നിർത്തുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പുതിയ ഡീഡ് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഡീഡിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടും എന്നും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള ജി എസ് ടി നമ്പറും നമുക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ളതാണ് ഒരു സംശയമായിട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ലീഗലി ഡീഡും കാര്യങ്ങളും റെസിഗ്നേഷനായിട്ടോ അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആയിട്ടോ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡീഡ് പുതുക്കേണ്ടതായിട്ടോ ഒക്കെ വരാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള ജി എസ് ടി നമ്പർ, ഓൾറെഡി ഉള്ള ജി എസ് ടി നമ്പർ നമുക്ക് അത് ജി എസ് ടിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതേ സെയിം ജി എസ് ടി നമ്പറിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സെയിം ജി എസ് ടി നമ്പറിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ. താങ്ക് യു.